നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് മരണചിന്തയുണ്ടാകണം, ഭയഭക്തി ഉണ്ടാകുവാനുള്ള ഒരു മാർഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയത്ത് കൊടുക്കുകയാണ്. അബൂ അയ്യൂബേ, ഇദാ ഖുംത ഇലാ സ്വലാതിക, നീ നിന്റെ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ ഇനി ശ്രദ്ധിക്കുക, ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. ഇത് നമ്മളൊക്കെ ഒന്ന് ഒന്ന് ശ്രമകരമായി നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ നമ്മുടെ നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. എന്താ ഇവിടെ നബി തങ്ങളുടെ നിർദ്ദേശം? നിസ്കരിക്കാൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. എന്ത്? ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. ഇതെൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാം. ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുക, നമ്മൾ ആരാവട്ടെ, ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, ഒരു ദിവസത്തിൽ 5 നേര നിസ്കാരത്തിലെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം അടുത്ത നിസ്കാരം വരുന്നതിന് മുമ്പാണ് നമ്മൾ മരിക്കുക. അതൊന്നുകിൽ സുബഹിയുടെയും ളുഹറിൻ്റെയും ഇടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ മഗ്രിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഇഷാഇൻ്റെയും ഫജ്റിൻ്റെയും ഇടയ്ക്കായിരിക്കും. ഈ 5 ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ മരിക്കുക. അപ്പം നിസ്കരിക്കാൻ നോക്കുമ്പോൾ നല്ല ഭക്തി, മറ്റ് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ പിടികൂടാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ഓരോ സ്ത്രീയും പുരുഷനും നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിനെ പഠിപ്പിക്കണം, ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാം. ഇനി എനിക്കൊരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. അവരൊക്കെ ഏതോ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തിലേക്ക് എത്തിയില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഒരുപക്ഷെ അവസാന നിസ്കാരം അവർ നിസ്കരിച്ചത്. പക്ഷേ നിസ്കരിക്കുന്ന അവർക്കത് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഓരോ നിസ്കാരം നിർവഹിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം, ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കും. ഇനി എനിക്കൊരു ചാൻസ് ഉണ്ടാവില്ല. അതിനിപ്പോൾ പ്രായവും വേണ്ട, രോഗവും വേണ്ട, രോഗികളോ പ്രായമുള്ളവരോ ഒന്നും അല്ല അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പറയണത്. എല്ലാവരും ചിന്തിക്കണം എന്നാണ് ഞാൻ പറയണത്. എല്ലാവരും ചിന്തിക്കണം. പൂർണ്ണ ആരോഗ്യമുള്ളവനും കുട്ടിയും പ്രായമുള്ളവനും ഒക്കെ ചിന്തിക്കണം, ഇതൊരു പക്ഷേ എൻ്റെ അവസാന നിസ്കാരമായിരിക്കും. കാരണം ഇപ്പോൾ അവിടെ മരണത്തിന് ഇവിടെ രോഗം പ്രശ്നമുണ്ടോ, പ്രായം പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങി ഒരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടിരിക്കെ അങ്ങ് പെട്ടെന്ന് കുഴഞ്ഞു, അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിന്ന് താഴേക്കാണ്ട് വീണു. ആരോഗ്യമോ പ്രായമോ ഒന്നും അതിൽ ഘടകമായി വരുന്നേയില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് നമ്മളെല്ലാവരും നിസ്കരിക്കുമ്പോൾ ആദ്യം നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റാണ്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കുണ്ട് ഒരു ഭക്തി കിട്ടണില്ല. എങ്ങനെയാണ് നിസ്കാരത്തിൽ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പലതും മനസ്സിലേക്ക് കടന്നു വരികയാണ്. അത് കടന്നു വരാൻ ശൈത്താൻ നല്ല ശ്രമിക്കണമുണ്ട്. ശൈത്താൻ ഇവിടെ ബാങ്ക് കേട്ടാൽ ശൈത്താനാണ്ട് ഓടിപ്പോകും. പിന്നെ അവൻ ഇഖാമത്ത് കേൾക്കുമ്പോൾ പിന്നെയും പോയി ആ ശബ്ദം നിലക്കുന്നതോടുകൂടി ശൈത്താൻ പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടുകയാണ്. എന്തിന്? ഉദ്കുറുക്കഥ, 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 ഇതൊക്കെ ഓർത്തോ, ഇതൊക്കെ ഓർത്തോ, ഇന്നതും ഇന്നതുമൊക്കെ ഓർത്തോ എന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ശൈത്താൻ വേണ്ടാത്ത ഓരോ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഹത്താ ലാ യദ്രി, ആ മനുഷ്യൻ അറിയാതെയായി പോകും. ഖം സല്ലാ, ഞാൻ ഇപ്പം എത്ര നിസ്കരിച്ചത്? സലാസന്നം അർബഅൻ, 3 നിസ്കരിച്ചു, 4 നിസ്കരിച്ചു എന്ന് പിടുത്തം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകളെ അങ്ങ് കൊത്തിക്കൊണ്ടുപോകും ചെകുത്താൻ. ഇതിനിപ്പോൾ എന്താ നിവൃത്തി? നിവൃത്തി തന്നെ നമ്മൾ അവനോട് പൊരുതണം, ശൈത്താനോട് പൊരുതണം. അതിന് നമ്മൾ കേവലം അറിയാത്തൊരഴുതുബില്ല ചൊല്ലരുത്. കൈകെട്ടി നിന്ന് ആദ്യം പറയണേ നമ്മളിതാ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അത് തന്നെ പല മോഡലുണ്ട്. എപ്പോഴും ഒരേ മോഡൽ ചൊല്ലലല്ല വേണ്ടത്. അള്ളാഹിൻ്റെ റസൂല് അഊദു പല വിധത്തിൽ ചൊല്ലിയിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ അകത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഊദു 3 വിധത്തിൽ ചൊല്ലാറുണ്ട്. ആ 3 വിധത്തിലും നമ്മളും മാറ്റിയും ചൊല്ലണം. ജീവിതത്തിൽ ഒരഊദു തന്നെ പഠിച്ചു വെച്ച് അവസാനം വരെ ആ ഒരൊറ്റ അഊദു കൊണ്ട് മരിച്ചു പോകരുത്. നമ്മൾ മുത്ത് മുസ്തഫ നിസ്കാരത്തിൽ പഠിപ്പിച്ച അദ്കാറുകളൊക്കെ ഏതൊക്കെ വ്യത്യസ്ത രീതിയിൽ പഠിപ്പിച്ചോ അതൊക്കെ നമ്മളും പലപ്പോഴും ഇങ്ങനെ മാറ്റിയും ചൊല്ലണം. അപ്പം അതിനൊരു ഓട്ടോമാറ്റിക്കൽ സ്വഭാവമാണ് പോയിട്ട് ഒരു ശ്രദ്ധ നമുക്ക് കിട്ടും. മറ്റേന്താ വെച്ചാൽ കയ്യാൻ കെട്ടിയാൽ വജ്ജഹത്തു എന്നാണ് വരും, അത് ഓർത്താലും ഓർത്തിലേരും വരും. വജ്ജഹത്ത് പൂർത്തിയായ അഊദു എന്നാണ് വരും, അത് ഓർത്താലും ഓർത്തിലേരും. ഇതല്ല, ഇത് വളരെ ശ്രദ്ധയോടെ നമ്മളാണ് ചെയ്യും. അപ്പം നമ്മൾ കൈ കെട്ടി
പ്രാരംഭ പ്രാർത്ഥനകൾ തന്നെ 3-4 വിധത്തിലുണ്ട്. മാറ്റിയും ചൊല്ലണം. എന്നൊരു വജ്ജഹത്തു അതല്ല വേണ്ടത്. മറിച്ച് അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് തുടങ്ങുന്ന കൊച്ചു ദുആയുണ്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ എന്ന് പറയുന്ന ദുആയുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കൂട്ടത്തിലൊരു വജ്ജഹത്തുമാണ്. മാറിയും ചൊല്ലണം. അഊദു ചൊല്ലുമ്പോൾ അള്ളാഹിന്റെ റസൂല് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഇത് നമുക്കൊക്കെ പരിചയമുള്ള സിമ്പിൾ രൂപം. വേറൊന്നുണ്ട്, അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്താനിർ റജീം. കണ്ടോ രണ്ടാമത്തെ രൂപം. അവിടെ ഇപ്പം എന്തേ കൂടി? അഊദു ബില്ലാഹിസ് സമീഇൽ അലീം, എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അഭിശപ്തനായ ചെകുത്താന്റെ ശർറുകളിൽ നിന്ന്. ഇനി മൂന്നാമത്തെ രൂപം നോക്കൂ. അത് നിസ്കാരത്തിൽ വളരെ പ്രധാനമാണ്. അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ ഭക്തിപൂർണമാക്കും. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. ശൈത്താന്റെ എല്ലാ വിധത്തിലുള്ള ഷർറു അതിൽപ്പെട്ടു. ഹംസ്, നഫ്ഖ്, നഫസ്, ഈ 3 വിധത്തിൽ ശൈത്താൻ നമ്മുടെ മനസ്സിൽ ദുർബോധന ഉണ്ടാക്കും. ഹംസ്, നഫ്ഖ്, നഫസ് ഒക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന ദുർബോധനങ്ങളാണ്. ഞാൻ അതിൻ്റെ വിശദതലങ്ങളിലേക്ക് പോകുന്നില്ല. ഒക്കെ നമ്മെ വസ്വാസാക്കാൻ അവൻ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാം കെടുതികളിൽ നിന്ന് സമീഉം അലീമുമായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. കേട്ടോ, 3 രൂപത്തിൽ നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ഈ 3 വിധത്തിൽ ചൊല്ലിയോ? നമുക്കാകെ പണ്ട് 2ാം ക്ലാസ്സിൽ ദീനിയാത്ത് പഠിച്ചപ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവും, ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതെന്നെ പറയും. തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രാർത്ഥനകൾ, ദിക്റുകൾ ഒക്കെ തൻവീഅ്, ആ വിഷയത്തിൽ വിവിധ ഇനങ്ങൾ മുത്ത് മുസ്തഫ പഠിപ്പിച്ചതിനോട് നമ്മുടെ ഇത്തിബാഴ് എങ്ങനെയായിരിക്കണം? നമ്മളും വിവിധ രൂപത്തിൽ ചൊല്ലണം. ജീവിതത്തിൻ്റെ ഇടക്ക് നമ്മളും ഇതൊക്കെ മാറ്റിയും ചൊല്ലണം. അതിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹിൻ്റെ റസൂല് ചൊല്ലിയ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന ഇത്തിബാഴിൻ്റെ കൂലി നമുക്ക് കിട്ടും. 2, ഈ ഓട്ടോമാറ്റിക്കൽ ചെയ്യുന്ന, ചിന്തയില്ലാതെ ചെയ്യുന്ന ഒരവസ്ഥക്ക് മാറ്റം വന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നവർക്കേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് നമ്മുടെ നിസ്കാരത്തെ കൂടുതൽ ചലനാത്മകമാക്കും, ഭക്തിപൂർണമാക്കും എന്ന ഗുണം അതിനുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ നിർവഹിക്കണം. റുക്കൂയിൽ ചൊല്ലുന്ന ദിക്റുകൾ വ്യത്യസ്ത തലത്തിൽ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. സുജൂദിൽ ചൊല്ലേണ്ട തസ്ബീഹുകൾ വ്യത്യസ്ത ഇനങ്ങളും ദിക്റുകളും ദുആകളും മുത്ത് മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഅ്തിദാലിൽ പറയേണ്ടുന്ന ദിക്റ് ദുആകൾ വ്യത്യസ്ത രീതിയിൽ മുത്ത് മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളും മാറ്റിയും ചെയ്യാനൊരു ശ്രദ്ധ കാണിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണം. അപ്പം എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാം ഞാൻ ഈ നിർവഹിക്കുന്നത് എന്നാവുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഒന്ന് മെച്ചപ്പെടുത്തി ചെയ്യാൻ നോക്കും. ഇനിയൊരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല, ഇനി എനിക്കൊരു നിസ്കാരത്തിന് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അത് വളരെ ഭക്തിയിൽ നിർവഹിക്കാൻ